ഇന്ന് നമുക്ക് മീൻ കറിയുടെ ടേസ്റ്റിലൊരു കറി തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 2 കൈപ്പയ്ക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പുരട്ടി കുറച്ച് സമയം നമുക്കിത് മാറ്റി വെക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും 3/4 കപ്പ് ചിരകിയ നാളികേരവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത കൈപ്പയ്ക്ക കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ചക്കക്കുരു വേവിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാളികേരം വറുത്തെടുത്തത് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്ത് 10 മിനിറ്റ് നമുക്കിത് മൂടി വെക്കാം. നല്ല രുചിയുള്ള മീനില്ലാത്ത മീൻ കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.